കേരളം വളരുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങളാണ് സംരംഭങ്ങൾ സ്വന്തമാക്കുന്നത്. IT വികസനം സംഭവിക്കുന്നത് നഗരങ്ങളിലാണെന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ അതിനൊരു മറുപുറമുണ്ട്. ചാലക്കുടി നഗരപ്രാന്തത്തിലെ കോട്ടാറ്റ് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ജോബിൻ ആൻഡ് ജിസ്മി IT സൊല്യൂഷൻസ്. 200-ലേറെ ടെക്കികൾക്ക് ജോലി നൽകുന്ന ഈ സംരംഭം നയിക്കുന്നത് ഒരു സ്ത്രീയാണെന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഭർത്താവും മുൻ മാധ്യമപ്രവർത്തകനുമായ ജോബിൻ ജോസും ജിസ്മിയും സ്ഥാപകരായി തുടങ്ങിയ ഈ സംരംഭം ഇന്ന് വലിയൊരു സ്കെയിലിംഗ് ആപ്പിന്റെ പടിവാതിലിലാണ്. കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറുന്ന ഈ വളർച്ചയെക്കുറിച്ച് കമ്പനിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസറായ ജിസ്മി തന്നെ വിശദീകരിക്കും. ജിസ്മി, ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. ഈ വലിയൊരു യാത്രയാണ്. ആ യാത്ര IT മേഖലയിൽ വലിയ സാധ്യതയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആയിരുന്ന താങ്കൾ ആ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാം എന്ന സ്വപ്നത്തിലേക്ക് എത്തി. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ആ യാത്ര, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് നമ്മളെ ക്ഷണിച്ചതിന്. ഈ ഒരു പ്രോഗ്രാം വിവിധ മേഖലകളിലെ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നതിനും ന്യൂസ് 18 ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. നമ്മള് കഥ തുടങ്ങുക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിവാഹത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞ ഈ സംരംഭത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് ഞാൻ പറയാം. 2010 നമ്മുടെ വിവാഹം. ജോബിന് ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം നമ്മള് ഡെലിവറിന്റെ സമയത്ത് നമ്മൾ ഓഫ്കോഴ്സ് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം തിരിച്ചൊരു ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കരിയർ ഗ്യാപ്പ്, അതായത് ഒരു 6 months കരിയർ ഗ്യാപ്പ് ഒരു വലിയ പ്രശ്നമായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ IT കമ്പനികളിൽ നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ജോബിൻ പറയുന്നത്, നമുക്ക് എന്തായാലും മൊബൈൽ ആപ്ലിക്കേഷൻ ഒരെണ്ണം ചെയ്തു നോക്ക് എന്നുള്ള ഒരു സജഷന്റെ ബേസിസിലാണ് നമ്മൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ചെയ്തു. ആ ആപ്ലിക്കേഷൻ ആക്ച്വലി ടെക്നിക്കലി നല്ലൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമേഴ്ഷ്യലി ഒരു ബിഗ് ഫ്ലോപ്പ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോബിൻ പറയുന്നത്, ഓക്കെ നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും പുറത്തുനിന്ന് ഒരു ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ വർക്ക് പിടിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ജോബിന്റെ ജോലി ഉപേക്ഷിച്ച് ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ലാപ്ടോപ്പും 2 കസേര ഒരു ടേബിളുമായിട്ട് നമ്മുടെ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. അത് ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തത് 2013 അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളിൽ മാറ്റങ്ങൾ വന്നു. മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഒറാക്കിൾ നെറ്റ്സ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ക്ലൗഡ് ERP-യിലേക്ക് നമ്മുടെ സർവീസസ് നമ്മൾ മാറ്റി. ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഒരു 200 പേരിൽ കൂടി 250 പേരോളം നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ 36 രാജ്യങ്ങളിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും ജിസ്മി, ഞങ്ങളിത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു പ്രയാണം ഈ പറഞ്ഞതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളത്. 2 കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു കമ്പനി ആകില്ല. 2 ജീവനക്കാരുമായിട്ട് നിങ്ങൾ തുടങ്ങി, അത് 5ആയി 50ആയി, ഇന്ന് എത്രയോ മടങ്ങായി മാറിയിരിക്കുന്നു. ആ വളർച്ച അത് എങ്ങനെയായിരുന്നു എന്നിട്ടൊന്ന് പറയാമോ? ഇപ്പം നേരത്തെ ഒന്ന് പറഞ്ഞു പോയതുപോലെ ഒറാക്കിൾ നെറ്റ്സ്യൂട്ടിന്റെ സർവീസ് പ്രൊവൈഡർമാരാണ്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം. ഒറാക്കിൾ നെറ്റ്സ്യൂട്ടിന്റെ നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡർ ആണ് ഇന്ത്യയിലെ. അപ്പൊ നമ്മള് വലിയ കമ്പനികൾക്ക്, ഒരു മീഡിയം സ്കെയിലിന് മുകളിലുള്ള കമ്പനികൾക്ക് നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട്, ഈ ERP യൂസ് ചെയ്ത് അവരുടെ ബിസിനസ് പ്രോസസ്സുകളെല്ലാം തന്നെ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമ്മൾ കമ്പനികൾ കുടുങ്ങിക്കിടക്കാതെ അവരുടെ മാനേജ്മെന്റിന് കൂടുതൽ പെട്ടെന്ന് ഡാറ്റ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേഗത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന തരത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്.
അതേപോലെ തന്നെ നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വെർച്വൽ റിയാലിറ്റിയിൽ കുറച്ച് പ്രോജക്ട്സുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 3D ആനിമേഷൻ, അങ്ങനെ നമ്മൾ ഇപ്പൊ ഉള്ള കമ്പനി ശരിക്കും 3 സബ് കമ്പനികളായിട്ട് ഡിവൈഡഡ് ആണ്. ആ കമ്പനികളിൽ ഓരോ കമ്പനികളിലും നമ്മൾ ഓരോ പെർട്ടിക്കുലർ സർവീസസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ അതെ, പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാൻ വന്നത് ആ പേരിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്, ജോബിൻ ആൻഡ് ജിസ്മി IT സർവീസസ്. അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള പേരുകൾ നേരത്തെ കേട്ടിട്ടുണ്ട്. വലിയ കമ്പനികളുടെയൊക്കെ പേരുകൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഈ സ്ഥാപകരുടെ പേരിലാണ് ആ കമ്പനിയും അറിയപ്പെടുക. മാധ്യമപ്രവർത്തകനായിരുന്ന, പിന്നീട് ബിസിനസ് അനലിസ്റ്റ് ആയിരുന്ന ഭർത്താവ് ജോബിൻ ജോസും ഒന്നിച്ച് ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പേരിടാം എന്ന് തീരുമാനിച്ചത്? അതിന്റെ പിന്നിലെ രഹസ്യം പറയാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം ഈ ഒരു പേരിന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചു. ഒരു 3 ദിവസത്തോളം പല പേരുകളും നമ്മൾ ട്രൈ ചെയ്തു. കാരണം നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കുറെ ചെയ്തു നോക്കി, എന്നിട്ട് ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പലതും ഇങ്ങനെ ഒരു ഭയങ്കര ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിമൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മുടെ പേര് തന്നെ ജോബിൻ ആൻഡ് ജിസ്മി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കമ്പനിയുടെ പേരിടാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത്. അതുകൊണ്ട് കുറെ അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ പുറത്ത് US-ലാണ് നമ്മുടെ 55% ഓഫ് കസ്റ്റമേഴ്സ് US-ൽ നിന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു ട്രസ്റ്റ് കൂടുതലാണ് നമ്മുടെ ഈ പേരിന്റെ ഒരു ബേസിസിൽ നമുക്ക് കിട്ടുന്നത്. പെട്ടെന്ന് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീന്റെ പേര് അവർക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് നമുക്ക് ഈ ഒരു പേര് ഇട്ടതിലൂടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ മറ്റൊരു ചോദ്യമുള്ളതും കൗതുകമുള്ളതും, ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ അങ്ങ് തുടങ്ങിക്കളയാം എന്ന് എടുത്തൊരു തീരുമാനമുണ്ടല്ലോ, അത് വളരെ നിർണായകമായിരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട, താങ്കളെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും പൂർണ്ണ സജ്ജരായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുഴുവൻ തുക മുടക്കാനുള്ള എല്ലാ തുകയും കയ്യിൽ വെച്ചുകൊണ്ടല്ല ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് കടന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്കിങ്ങനെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നതും രണ്ടുപേരും തലകുലുക്കി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. അതും നാട്ടിൽ തന്നെ തുടങ്ങാമെന്നുള്ള ഒരു ധൈര്യമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? എന്തുകൊണ്ട് നാട്ടിൽ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത്. കാരണം നമുക്ക് ഒരു IT സ്ഥാപനത്തിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റും അതേപോലെ കറണ്ടും വൈദ്യുതി, അതുമാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യം. അപ്പം ആ ഒരു സൗകര്യം നമുക്ക് ഇവിടെ കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനു പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ സിറ്റിയിൽ പോകണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിയിലെ ഒരു അറ്റ്മോസ്ഫിയർ എന്തിനേക്കാളും ഒരു റിലാക്സിങ് ഒരു എൻവയോൺമെന്റ് ഇവിടെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് കുറെയൊക്കെ ട്രാഫിക്കിൽ നമ്മൾ പെട്ടുപോവാതെ നമുക്ക് കുറെ സമയം, കുറച്ചും കൂടി സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അവിടെ ട്രാഫിക്കിൽ നമ്മൾ കളയുന്ന സമയം കൂടി നമുക്ക് ഇവിടെ പ്രൊഡക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ബേസിസിലും കൂടി നമ്മുടെ ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിൽ തന്നെ തുടങ്ങാൻ തീരുമാനിച്ചത്. ഓക്കെ, അങ്ങനെ തുടങ്ങുമ്പോൾ ഉള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ യുവാക്കൾ മുഴുവൻ, നമ്മുടെ യുവത്വം മുഴുവൻ പുറത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് IT ജോലിയൊക്കെ ആകുമ്പോഴേക്കും കേരളത്തിന് പുറത്തേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു. ബാംഗ്ലൂരിലേക്കായാലും ഹൈദരാബാദിലേക്കായാലും ഒക്കെ, അല്ലെങ്കിൽ കൊച്ചി, നോയിഡ, കേരളത്തിലാണെങ്കിൽ തന്നെ തിരുവനന്തപുരം, കൊച്ചി, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഈ നാട്ടിലിങ്ങനെ ചാലക്കുടിയിലൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ജീവനക്കാരെ കിട്ടുമോ എന്നൊരു ആശങ്ക നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥ? നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി വലുതായി വന്നതുകൊണ്ട് നമുക്ക് ആ ജീവനക്കാരുടെ പ്രശ്നം വലുതായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം പലർക്കും ഇവിടെ ജോലി കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് പുറത്തു പോകേണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഈ പുറത്ത് പോകണമെന്നോ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് പോകണമെന്നൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല വീടുകളിലും ഒത്തിരി ദൂരത്തേക്ക് പോയി വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്.
ഇപ്പം എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ദൂരത്തേക്ക് പോവാൻ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് പലർക്കും. അപ്പം അടുത്താണെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് മാത്രം അവർക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുവരെ ജോലിക്കാർ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ടെക്നോളജി നമ്മൾ കുട്ടികളെ ഫ്രഷേഴ്സ് ആയിട്ട് ആൾക്കാരെ എടുത്ത് അവരെ പഠിപ്പിച്ച് നമ്മൾ വർക്കിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ ഒരു കൺസേൺ നമുക്കില്ല. പക്ഷെ ഇപ്പൊ നമ്മള് വലുതായതിനു ശേഷം നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ബ്രാൻഡിങ് നടന്നുകൊണ്ടാവാം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ പുറത്തുനിന്നൊക്കെ ആൾക്കാർ നമുക്ക് ഇവിടേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. അവർക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. പാരന്റ്സ് വയസ്സായി, അപ്പൊ അവർക്കൊന്ന് നാട്ടിലേക്ക് വരണം, അവർ നോക്കാൻ ആൾക്കാരില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും പല രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ, മലയാളികൾ എസ്പെഷ്യലി ഇവിടെ നാട്ടില് ചാലക്കുടി പരിസരത്തുള്ളവരൊക്കെ ഒത്തിരി നമുക്ക് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ജിസ്മി, അവിടെ ഒരു വലിയ ഒരു തിരിച്ചൊരു ഒഴുക്ക് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ നമുക്ക് ഇവിടെ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഒരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ കേരളത്തിൽ ഇതുപോലെയുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ സന്നദ്ധരായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒന്ന് തിളങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് പിടിച്ചു നിൽക്കുമ്പോൾ അത് തുടങ്ങാൻ ആലോചിക്കുന്ന ആളുകൾ നമ്മളെ സമീപിക്കുമല്ലോ. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് സൈൻ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? നമ്മൾ കുറച്ചധികം പേര് നമ്മുടെ അടുത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയാലോ, ഇൻഫോ പാർക്കിൽ തന്നെ പോകണോ അല്ലെങ്കിൽ വേറെ സിറ്റികളിലേക്ക് പോകണോ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോറി കൺവേ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരോടെല്ലാം പറയുന്നത് ഓക്കെ, നമുക്ക് ആവശ്യം ഇന്ന കാര്യങ്ങളാണ്, ഈ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ 1-2 പേർക്ക് നമ്മൾ നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവരുടെ നാട്ടിലെ ലോക്കൽ ആയിട്ടുള്ള വില്ലേജുകളിൽ സ്റ്റാർട്ട് ചെയ്തവരുമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, ജോബിൻ ആൻഡ് ജിസ്മി IT സർവീസസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷമാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 31-ാം തീയതി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കൂടിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടി പറയാമോ? നമ്മളിങ്ങനെ അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരുപാട് പേർക്ക് ജോലി സാധ്യത തെളിയുന്നു, അതിനെക്കുറിച്ച് കൂടി പറയാമോ? നമ്മളിപ്പോ പുതിയ ഓഫീസ് വരുന്നത് നമ്മൾ ഇന്നോവേഷൻ സെന്റർ, അവിടെ ഒരു 350 പേർക്ക് കൂടിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ആണ് വരുന്നത്. നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ പുതിയ ഓഫീസ് വരുന്നത്. നമ്മൾ പുതിയ മേഖലകളിലേക്കും നമ്മുടെ സർവീസസ് ഇപ്പം ERP എന്ന് മാത്രമല്ല, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി, റോബോട്ടിക്സ്, അങ്ങനെ ഡിഫറെന്റ് മേഖലകളിലേക്കും നമ്മുടെ സർവീസസ്, നമ്മുടെ പ്രൊഡക്റ്റുകളും കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ പ്രൊവൈഡർ, അതായത് ഒരു ഓർഗനൈസേഷന്റെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഉയരുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ പ്രൊഡക്റ്റിന് കൂടുതൽ ഫോക്കസ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സർവീസസ് മാത്രമല്ല, ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കുറെ പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജ്വല്ലറി മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ERP, ഒരു ഒറാക്കിൾ നെറ്റ്സ്യൂട്ടിന്റെ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ റീസെന്റ് ലോഞ്ച് ചെയ്തു. അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങോട്ടേക്ക് ജോലി തേടുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ അവിടേക്ക് ആകർഷിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പച്ചപ്പും ഹരിതാപം എന്ന് നമ്മൾ പറയുന്ന എക്സാക്ട്ലി അങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനം. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിലേക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്ന ജോലി ഒരു ആഘോഷമാക്കുന്ന ഒരു കമ്പനി അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ഉള്ള ഒരു IT ഫേം
അവിടെ പച്ചക്കറി നട്ട് വളർത്തുന്നു, ആ പച്ചക്കറി തന്നെ അവിടെ ക്യാൻറ്റീനിൽ ഉപയോഗിക്കുന്നു, പുറത്ത് ഫുട്ബോൾ കളിക്കുന്നു. എന്താണ് മുതലാളിയും തൊഴിലാളിയും എന്നൊരു വേർതിരിവില്ല. അതുകൊണ്ട് ഒരുപാട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആകർഷകമായ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ ഒരു വർക്ക് കൾച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ വേണം എന്ന് തന്നെ ഒരു വാശിയുള്ള രണ്ടുപേരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും. ജോബിനാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മളൊരു എംപ്ലോയി ഫസ്റ്റ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് നമ്മുടെ കമ്പനീന്റെ ഒരു കൾച്ചർ. കാരണം എന്തൊക്കെയാണെങ്കിലും അവരാണ് നമുക്ക് എന്താ പറയുക, കസ്റ്റമേഴ്സിനെ ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ വളർച്ചയ്ക്ക് ബേസിക് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മള് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവര് ചെറുതായിട്ട് ഇങ്ങനത്തെ ഓരോ പ്ലാനുകളും ഇതൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളത് എന്റർടൈൻ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് പുറത്തു പോയിട്ട് അവർ പറയുമ്പോൾ ബാക്കിയുള്ളവരോട്, എനിക്ക് ഈ ബാക്കിയുള്ള ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഓഫീസിലൊക്കെ ഞങ്ങളുടെ ഓഫീസ് ഇങ്ങനെയാണെന്ന് കാണിക്കുക കൂടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവണമെന്ന് നിങ്ങൾ കാണിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതും എവിടെയെങ്കിലുമൊക്കെ കോപ്പി ചെയ്യുന്നത് പോലെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അത് നല്ലതാണ്. കോപ്പി ചെയ്യണമല്ലോ, കോപ്പി ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കുറേം കൂടി എളുപ്പമാണ്, കുറേം കൂടി പ്രൊഡക്റ്റീവ് ആണ് എംപ്ലോയീസ്. ഇപ്പൊ നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി ചെലവാക്കിയാലും ഓവറോൾ പ്രൊഡക്ടിവിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലാണ് കിട്ടുന്നത്. അപ്പൊ ആ സമയവും കൂടി അതിന്റെ എക്സ്ട്രാ അവേഴ്സും കൂടി അവര് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ അവര് തയ്യാറാണ്. അതായത് കസ്റ്റമറുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പൊ രാത്രിയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അവൈലബിൾ ആവാൻ അവർ റെഡിയാണ്. അപ്പം അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക്. അതായത് എന്ത് കാര്യം കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. സന്തോഷം കൊടുത്താൽ നമുക്ക് കുറച്ച് സമയം അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ കിട്ടും, അവർ സന്തോഷത്തോടെ ജോലി ചെയ്യും എന്നൊക്കെയുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. ഈ കോവിഡ് കാലം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ തന്നെ കൊടുത്തൊരു വാർത്ത ഓർമ്മയിലുണ്ട്. കോവിഡ് കാലത്ത് ജോലി പോയവർക്കും കുടുംബ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ബ്രേക്ക് വന്ന സ്ത്രീകൾക്കുമായിട്ടൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തിയതിനെ കുറിച്ച് എന്തായിരുന്നു അന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നത്? നമ്മള് ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും എനിക്കൊരു കരിയർ ഗ്യാപ്പ് വന്നതിന്റെ ബേസിസിലാണ്. നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കോഡറാണ്, എനിക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു ഓപ്പണിംഗ് കിട്ടാതിരുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പം കുറച്ചധികം, അതായത് ഫാമിലിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഇപ്പൊ എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാരന്റ്സും ജോബിന്റെ പാരന്റ്സും നമ്മളെ ക്ലോസ്ലി സഹായിക്കുന്നുണ്ട്. അവര് ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. അവരുടെ കാര്യത്തിലൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്ക് വലിയൊരു അനുഗ്രഹം. അപ്പൊ നമുക്ക് അവരെ ഒരു സുരക്ഷിത കരങ്ങളിലാണ് അവരിയ്ക്കുന്നതെന്നുള്ളതൊക്കെ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാവാം. അവരെ സംബന്ധിച്ച് കുട്ടികള് സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്തായിരിക്കും അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്താണെങ്കിലും ഒരു കരിയർ ഗ്യാപ്പ് വരും. പക്ഷെ തിരിച്ചൊരു കരിയറിലേക്ക് കയറുക എന്നുള്ളത് പ്രത്യേകിച്ച് IT-യില് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ ആ കോവിഡിന്റെ സമയത്ത് ഒത്തിരി പേരുടെ ജോലി പോയതും നമ്മൾക്ക് വാർത്തകളിൽ ഉണ്ടായിരുന്നു. കാരണം പല ചെറിയ കമ്പനികളും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള IT-യിൽ എക്സ്പീരിയൻസ് ഉള്ളവർ വേറെ ഇപ്പൊ ടെലികോളിങ്ങിനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജോലിയിലേക്ക് മാറി പോവാതിരിക്കാനും അവരുടെ ടാലന്റ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. അത് നല്ല റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പൊ നമ്മുടെ ഓഫീസിലെ ഒരു 40% ഓഫ് ആൾക്കാരും ഒരു കരിയർ ഗ്യാപ്പ് കഴിഞ്ഞു വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവർക്ക് ഒരു ജോലി എത്രത്തോളം ആവശ്യമാണെന്ന് ശരിക്കും മനസ്സിലായവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇടുന്ന എഫേർട്ട് ഭയങ്കര ഡിഫറൻസ്. ഇപ്പൊ ഒരു ഫ്രഷർ കാൻഡിഡേറ്റ് ഇടുന്നതിന്റെ ഡബിൾ എഫേർട്ട് അവരിടും. കാരണം എങ്ങനെങ്കിലും ഇത് എനിക്ക് പഠിക്കണം, മനസ്സിലാക്കണം, എനിക്ക് ഇതിനകത്ത് സക്സസ്ഫുൾ ആയി വരണം എന്നുള്ള ഒരു ഫയർ അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക്
വളരെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ബാക്കി കമ്പനികളോട്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഓപ്പണിംഗ് കൊടുക്കണം. കാരണം ജീവിതത്തില് ഫാമിലിനെ മുന്നിൽ വെച്ചത് കൊണ്ടാണ് അവര് കരിയറിൽ ബാക്കോട്ട് പോയത്. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു ശരിക്കും ഒരു നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു പുതിയൊരു ലൈഫ് ആൾക്കാർക്ക് ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. കരിയർ എന്നുള്ളത് ഫാമിലിന്റെ ഒപ്പം തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി പേര് ഒന്നും ചെയ്യാൻ പറ്റാതെ അവരുടെ കൂടെ പഠിച്ച ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവർക്കായിരിക്കും നല്ല മാർക്ക്, നല്ല നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നിരിക്കും, നല്ല എനർജറ്റിക് ആയിരുന്നിരിക്കും. പക്ഷെ ഒരു 5 years 6 years കഴിയുമ്പോൾ രണ്ടുപേരുടെയും ഗ്രാഫ് നോക്കുന്ന സമയത്ത് അവരെക്കായും കുറഞ്ഞ നിന്ന ആൾക്കാർ വരെ അവരെ ഒത്തിരി മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്ന സമയത്ത് ഓക്കെ എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒത്തിരി പേരുടെ സങ്കടങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം മാതാപിതാക്കളാണെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയുന്നത് അസൗകര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവരെ ജോലിക്ക് വിടാതിരിക്കരുത്. മാക്സിമം ഇപ്പൊ പലതരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത്, ഇപ്പൊ ഭർത്താവിന് എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് നല്ല രീതിയിൽ പറ്റും. അപ്പം എല്ലാവരും കൂടി അതിനൊരു സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ളതും കൂടി എനിക്ക് പറയാനുണ്ട്. ജിസ്മി പറഞ്ഞത് ഈ ഒരു വലിയ തോട്ടാണല്ലോ. കാരണം പല കമ്പനികളും നെഗറ്റീവായി കാണുന്ന ഒരു കാര്യം അതിനെ പോസിറ്റീവ് ആക്കി എടുത്തുകൊണ്ട് എത്രയോ ജീവിതങ്ങൾ അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ ആ ഒരു പോസിറ്റീവ് ചിന്തയിൽ നിന്ന് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സംസ്ഥാന ബജറ്റിൽ കഴിഞ്ഞ ധനമന്ത്രി KN ബാലഗോപാൽ പരാമർശിച്ച കമ്പനി കൂടിയാണ് നിങ്ങളുടേത്. അന്ന് എന്താണ് തോന്നിയത്? അങ്ങനെ ഒരു റെക്കഗ്നേഷൻ കൂടി കിട്ടുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? നമ്മൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി. കാരണം നമ്മള് ഇൻഫോപാക്കിൽ അങ്ങനെ ഒരു കമ്പനി അല്ല, നമ്മൾ പുറത്തുള്ള ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഓക്കെ ഇങ്ങനെ ഒരു കമ്പനി, ഓക്കെ ഈ കമ്പനി ഇങ്ങനെയുള്ള ഒരു കമ്പനി ആണോ. ഇപ്പൊ നമ്മൾ യൂഷ്വലി അടുത്തുള്ള പ്രദേശത്തുള്ളവർക്ക് നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് ബേസ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനൊരു സഭയിൽ അതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി അധികം എൻക്വയറീസ് അതിന്റെ ബേസിസിൽ ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിനാണെങ്കിലും ക്ലയന്റ് സൈഡിൽ നിന്നാണെങ്കിലും എംപ്ലോയി സൈഡിൽ നിന്നാണെങ്കിലും ഒത്തിരി അധികം നേട്ടങ്ങൾ ആ ഒരു പ്രസംഗത്തില് കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഈ നമ്മളെപ്പോഴും സമത്വത്തെക്കുറിച്ച്, ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കൂടെ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്ത്രീ സൗഹൃദം എന്നുള്ള വാക്കിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു തലപ്പത്തൊരു സ്ത്രീ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പനി അങ്ങനെ സ്ത്രീ സൗഹൃദമാണ് എന്നുള്ളത്. എന്താണ് പരിഗണന കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ അവിടെ? നമ്മൾ അവരുടെ ടാലന്റ് ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അവർക്ക് നല്ല ടാലന്റഡ് ആണെങ്കിൽ ഒരിക്കലും അത് ജെൻഡർ ബേസ്, അതായത് പെണ്ണാണ് ആണാണ് എന്നുള്ളതിന്റെ ബേസിൽ അവരെ മാറ്റി നിർത്താറില്ല. ടാലന്റഡ് ആണെങ്കിൽ അവർക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ്, പുതിയ പുതിയ അവസരങ്ങൾ അവർക്ക് കൊടുക്കുക, അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. പിന്നെ കുറച്ചും കൂടി അവരെ ഗേൾ ആണെങ്കിൽ കുറച്ചുകൂടി ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടി ലിമിറ്റഡ് ആയതുകൊണ്ടും ചിലപ്പോൾ ഒത്തിരി കാലം കഴിഞ്ഞ് വന്ന് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തവരുണ്ട്. ഇപ്പൊ ഒരു 10 വർഷത്തേക്ക് ഗ്യാപ്പ് കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് പവർ വളരെ കൂടുതലാണെന്ന് ഞാൻ പറയാം. കാരണം ഫാമിലിന്റെ ഡിഫറെന്റ് കാര്യങ്ങൾ മാനേജ് ചെയ്ത് ആണ് അവർ വരുന്നത്. അപ്പോൾ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് അത് ഡീല് ചെയ്യാനും ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് കുറച്ചും കൂടി കൂടുതലാണ് ഈ മീൻസ് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൂടുതൽ കൊടുക്കാറുണ്ട്. നമ്മുടെ കമ്പനിയിൽ ഒരു 60% പേരും സ്ത്രീകളാണ്.
ഈ ജോലി ചെയ്യുന്നവർക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. എങ്കിലും നമ്മൾ കേരളം ഈ കമ്പനിയെക്കുറിച്ച്, ഈ സ്ഥാപനത്തിന്റെ പേര് കൂടുതൽ കേട്ടത് മറ്റൊരു സന്ദർഭത്തിലാണ്. 10ാം വാർഷികത്തിലാണെന്ന് തോന്നുന്നു. സ്ഥാപനത്തിലെ ആദ്യം മുതൽ ഒപ്പമുള്ള 6 ജീവനക്കാർക്ക് കിയ സെൽറ്റോസ് കാർ സമ്മാനിച്ച ഒരു സന്തോഷം. അതെന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അത് ആരുടെ ഐഡിയ ആയിരുന്നു? നമ്മള് രണ്ടുപേരും കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു ബേസിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം. 10 വർഷം അതത്ര എളുപ്പമല്ല ഇപ്പത്തെ ഒരു സമയത്ത്. നമ്മൾ തുടക്കം മുതലേ 10 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പലരും ഇമ്മീഡിയറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് ചാടി ചാടി പോകാനേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. അതുപോലെ അവര് നമ്മുടെ ഒപ്പം വളർന്നു വരണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്ത് അവസാനം ഇന്നൊരു കിയ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുമായിരുന്നു. അവരുടെ ഒരു ഇതെന്തായിരുന്നു പെട്ടെന്ന് കേട്ടപ്പോ? അത് ആ ഒരു സർപ്രൈസ് പറഞ്ഞപ്പോ എന്തായിരുന്നു എക്സ്പ്രഷൻ? അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കമ്പനികളിലും ഈ ചാടി നിൽക്കുന്നതാണ്, പല ഇടത്തേക്ക് ചാടി നിൽക്കുന്നതാണ് നല്ലത് എന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും അവിടെ തന്നെ ഒപ്പം നിൽക്കുന്ന, സ്റ്റിക്ക് ഓൺ ചെയ്ത ആളുകൾക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? സ്റ്റിൽ ഫേസ് ആയിരുന്നു എന്ന് പറയാം. അതായത് അവർക്ക് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അവരൊക്കെ ഇപ്പോഴും കൂടെയുണ്ടോ? അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവര് പലതരത്തിലും ലൈക്ക് അവരുടെ ഇപ്പൊ രാത്രിയാണോ പകലാണോ അങ്ങനെ ഒന്നും അവർ നോക്കുന്നില്ല. അവരുടെ സ്വന്തം കമ്പനി പോലെയാണ് നമ്മുടെ കൂടെ അവർ നിൽക്കുന്നത്. അവര് എല്ലാ കാര്യത്തിനകത്തും നമ്മളെക്കാളും കൂടുതൽ പ്രോആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളില് പ്രശ്നങ്ങൾ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യുകയും കൂടുതൽ റെസ്പോൺസീവായിട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് നമ്മൾ അതൊന്ന് ചെയ്തത്. ശരി ജിസ്മി, എന്തായാലും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ രണ്ടുപേർക്കും, കമ്പനിക്കും. അതുവഴി ഒരുപാട് പേരെ കൈപിടിച്ച് നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിനും വളരെയധികം നന്ദി. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.